നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹിന്ദു സേവാ സംഘം എന്ന് പറയുന്ന ഒരു തട്ടിപ്പ്, ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ പോലെ ജയകുമാറും കൂട്ടത്തിൽ 89 കള്ളന്മാരും എന്ന രീതിയിലുള്ള ഒരു സംഘടന അതിന്റെ തട്ടിപ്പ് വിവരങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെച്ചിരുന്നു. നോക്കൂ, അതിനെ ഇന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ പേര് പോലും ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി സാറിനിട്ട് പണിയുന്ന രീതിയിലൊക്കെ ഒരു വലിയ തട്ടിപ്പിന് വേണ്ടി ഇവർ വേദിയൊരുക്കിയിരുന്നു എന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുന്നത്. ഇതുപോലെ തന്നെ നൂറുകണക്കിന് വെളിപ്പെടുത്തൽ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. കാരണം ഹിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വികാരമുണ്ടല്ലോ, അത് ഇന്നിപ്പോൾ നമുക്കറിയാം. നിരാലംബരയുള്ള ഹിന്ദുക്കൾക്ക് ഏതെങ്കിലും ഒരു ആശ്രയം കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് ചായും എന്നുള്ളത് നമ്മൾക്കറിയാം. അതുകൊണ്ട് ആ ആശ്രയത്തിലേക്ക് ചായാൻ വേണ്ടി തന്നെ കൃത്യമായിട്ടും പത്മ അവാർഡ് നേടിയിട്ടുള്ള കുഞ്ഞോൽ മാഷിന്റെ മകനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഇതിൽ നിന്ന് എന്താണ് ലാഭം എന്നൊന്നും എനിക്കറിയില്ല. ഇയാൾ വലിയ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. നോക്കൂ, നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇത്രയും തെമ്മാടിയായ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ജയകുമാർ എന്ന് പറയുന്ന അയാൾ വിസ തട്ടിപ്പ് കേസിലൊക്കെ പ്രതിയായിരുന്നെന്നോ അങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലാണ് ഇയാളുടെ യഥാർത്ഥത്തിലുള്ള വീട്. പക്ഷെ നാട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ അത് സംഘ BJP ഹിന്ദുത്വ സംഘടനകളിൽ നിന്നുള്ള കൃത്യമായുള്ള വിവരങ്ങൾ ശേഖരണം പ്രകാരം തന്നെയാണ് ഇത് പറയുന്നത്. അവിടെ അയാൾക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റില്ല. ആ രീതിയിലുള്ള തെമ്മാടിത്തരങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ വന്നുകൊണ്ട് പുതിയൊരു ഉഡായിപ്പ് സംഘടന തുടങ്ങിയിരിക്കുന്നത്. അതിൽ എന്താണ് ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് ഞാനിവിടെ പറയുന്നില്ല. അതിൽ ഷാലു എന്ന് പറയുന്ന ഒരു യുവാവ് ആ ചെറുപ്പക്കാരനെ പറ്റിച്ച വെളിപ്പെടുത്തൽ ഓഡിയോ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയാമോ, സുരേഷ് ഗോപി സാറിന്റെ പേര് പോലും ഉപയോഗിച്ചുകൊണ്ട് അതുപോലും തട്ടിപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി ഇവർ ആസൂത്രണം ചെയ്തിരുന്നെന്ന ആ ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്നത്. ഷാലു എന്ന് പറയുന്ന ആ യുവാവിന്റെ വെളിപ്പെടുത്തൽ കേട്ടു നോക്കൂ. ഇത് ഏറ്റുമാരിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഏറ്റുമാരി കഴിഞ്ഞൊരു വലിയൊരു കയറ്റമുണ്ട്, അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം എത്തി വിശ്രമിക്കുകയാണ്. ഇന്ന് കൂത്താട്ടൂർ എത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇവരെന്നെ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നു കേട്ടോ. അത് ബോധ്യാവാതെ പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കൃത്യമായിട്ട് അവര് ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ഞാൻ പെട്ടു. എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മളധികം ചിന്തിക്കാറില്ല, പ്രവർത്തിക്കാറില്ല, അധികം ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടു. പക്ഷെ എന്നെ കഴിഞ്ഞ് എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവർ ഇതിനകത്ത് പെടുത്തി എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം അവിടെയാ. ഞാൻ ഈ വള്ളം 2 മാസം മുമ്പ് വ്രതമെടുത്ത് പണി തുടങ്ങിയത്, 2.5 മാസം മുമ്പ് വ്രതമെടുത്ത് പണി തുടങ്ങിയതാണ്. അപ്പൊ അതിനുശേഷമാണ് ഞാൻ തൃശ്ശൂർ വന്ന് അവരെ ജോയിൻ ചെയ്യുന്നതും ഈ സംഘടന ജോയിൻ ചെയ്യുന്നതും. ഞാനിട്ട് തിരിച്ചു പോന്നു. അപ്പൊ എനിക്ക് വർക്കെല്ലാം തീർന്ന് പോകാനായപ്പോ എന്റെ പൈസ ഇല്ലാതെ വന്നു. ഈ വണ്ടിയുടെ മേലെയുള്ള ഭാഗത്ത് ഞാൻ എന്റെ സ്വന്തം പൈസക്ക് ഞാൻ ഫ്ലക്സ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തു. താഴെ എന്റെ പൈസ ഇല്ല. മാത്രമല്ല എനിക്ക് പോകാനും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനും പൈസ ഇല്ലാതെ വന്നു. അപ്പൊ സംഘടന ഹിന്ദു സേവാ സംഘടനയാണല്ലോ, എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ജയകുമാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അത്യാവശ്യമുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ 2000 രൂപ വേണം, പിന്നെ ഈ താഴത്തെ ഫ്ലെക്സ് അടിക്കണം, അത് നമുക്ക് സംഘടനയുടെ പേരിൽ അടിക്കാം. അപ്പൊ തൃശ്ശൂർ വരെ നമുക്ക് അതിന്റെ ഒരു പരസ്യം കിട്ടുമല്ലോ. ആ നല്ല ഉദ്ദേശത്തിലാണ്, സംഘടന നന്നാവട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ആവശ്യപ്പെട്ടത്. പുള്ളി സമ്മതിച്ചിട്ട് ഫ്ലെക്സ് അടിച്ച് ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 2000 രൂപ എനിക്ക് തരാൻ പുള്ളിയുടെ ഇല്ലാത്തതുകൊണ്ട് പുള്ളി അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരില് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് പിൻവലിച്ചു ചെയ്യാള്. ആ സമയം കൊണ്ട് എനിക്ക് 1310 രൂപ കിട്ടി. അതിന് തലേ ദിവസം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് തലേ ദിവസം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് കേട്ടോ. വൻ ടീമുകളായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. ഈ വള്ളം ബേസ് ആയതിന്റെ പേരിൽ ബാംഗ്ലൂരുള്ള എന്റെ ഒരു IT കമ്പനി ഉടമ, അദ്ദേഹം എന്റെ യാത്രയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി എനിക്ക് 2000 രൂപ ഇട്ടു തന്നു. അപ്പൊ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ടോ എങ്ങനെയാണ് കൊടുത്തത്? അതെ, സുരേഷ് ഗോപിയുടെ വിജയത്തിനായി, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി അദ്ദേഹത്തിന്റെ പേരിൽ അയോധ്യയിൽ സമർപ്പിക്കാനുള്ള എന്റെ യാത്രയാണ്. എന്ത് സമർപ്പിക്കാനാണ്? ഈ പള്ളിയോടം, ആറന്മുള പള്ളിയോടം, അങ്ങ് ഉണ്ടാക്കിയിട്ടുള്ള ഈ പള്ളിയോടം. ഈ പള്ളിയോടം അപ്പൊ തൃശ്ശൂർ വരെ. അത് ഏതുവരെ യാത്ര? എന്നിട്ട് സൈക്കിളിലായിരുന്നില്ലേ ഇത് സെറ്റ് ചെയ്തിരുന്നത്? അല്ല, ഞാനൊരു ഉന്തുവണ്ടി സ്വയം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. അത് എന്നിട്ട് എവിടെ, അത് പൂർണ്ണമായിട്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനോ അതോ തൃശ്ശൂരിലൂടെ മാത്രം കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്? അല്ല, തൃശ്ശൂർ വരെ ഈ ഉന്തുവണ്ടി വരെ എത്തിയിട്ട് അവിടുന്ന് സൈക്കിളിൽ യാത്ര ചെയ്യാനായിരുന്നു തീരുമാനം, അയോധ്യയിലേക്ക്. അപ്പൊ ഈ ജയകുമാർ ജയകുമാർ ഒരു പടി, അതെ ജയകുമാർ ഒരു പടി ഇങ്ങനെ മുമ്പോട്ട് കയറി പിടിച്ചു. ഞാൻ ഇതും കണ്ട് അയോധ്യ വരെ നടക്കുക എന്നുള്ള രീതിയിൽ പുള്ളി അത് വ്യാപിപ്പിച്ചു, പ്രചരണം നടത്തി. അയാൾക്ക് റിസ്ക് ഇല്ലല്ലോ, നിങ്ങളല്ലേ ഞാനല്ലേ പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിന്നില്ല. അപ്പൊ തൃശ്ശൂർ എത്തിയിട്ട് ഇങ്ങനെ പോകാന്നാണ് ധാരണ.
അപ്പൊ എനിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പൈസ കിട്ടി. അപ്പൊ ഇയാള് പറഞ്ഞതിനോട് അതിന്റെ കണക്കൊക്കെ എഴുതി വെക്കണം, കിട്ടുന്ന പൈസയുടെ കണക്ക് എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇയാളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം തോന്നിയുകൊണ്ട് ഞാൻ ഇതെല്ലാം നമ്മുടെ ഫോൺ പേയിലേക്ക് വരുന്ന പൈസയുടെ കണക്കെല്ലാം തന്നെ ഉണ്ടാവുമല്ലോ. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചപ്പോ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചല്ലോ, എന്റെ ഈ പൈസ ഇത്രയും പൈസ വന്നിട്ടുണ്ട്, 1300 രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് 2 ഇട്ട് കൊടുത്തു. ഞാൻ ഇവിടുന്ന് രാവിലെ തൃക്കൊടുത്താൻ അമ്പലത്തിൽ നിന്ന് ഇയാളും അവിടുത്തെ ട്രഷറർ വിനോദ് ഹരിപ്പടെ വന്നിട്ട് എന്നെ യാത്രയാക്കി. അപ്പൊ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജെപിയുടെ രാധാകൃഷ്ണൻ ചേട്ടനും ഉണ്ടായിരുന്നു അന്ന് അമ്പലത്തിൽ രാവിലെ. പുള്ളി ഇത് കണ്ടു. അപ്പൊ പുള്ളിയോട് ഈ കാര്യങ്ങൾ തൃക്കൊടുത്താൻ അമ്പലത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി. അപ്പൊ അവിടുന്ന് യാത്ര തുടങ്ങി പുള്ളിയും വന്ന് പുള്ളിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ സംഘടനയുടെ കാര്യം കൊണ്ട് പുള്ളി ഇതിനകത്ത് വലിയ ഗൗരവം എടുത്തില്ല. അവർക്കുള്ള ഈ സംഘടനയെ കുറിച്ച് അറിയാമായിരുന്നു, എനിക്ക് പുള്ളികളിൽ അറിയില്ലല്ലോ. ഞാൻ അവിടുന്ന് അന്ന് ഏറ്റുമാരാണ് എത്തേണ്ടത്. ഞാൻ ഏറ്റുമാർ എത്തുന്നതിന് മുമ്പ് ഒരു 3 കിലോമീറ്റർ ഇപ്പുറേ വെച്ചിട്ട് ഇത് കംപ്ലൈന്റ് ആയി. പിന്നെ സംഘടനയുടെ 3-4 ആൾക്കാർ ഏറ്റുമാരുണ്ടായിരുന്നു. അവര് വന്നൊരു വണ്ടിയിൽ, നല്ല പിള്ളേരായിരുന്നു കേട്ടോ, അവര് വന്നൊരു വണ്ടി എടുത്ത് എന്നെ ഏറ്റുമാർ അമ്പലത്തിൽ എത്തിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങള് അവിടെ സൈക്കിൾ ഷോപ്പെല്ലാം തുറക്കുമെന്ന് നോക്കി 11 മണിയായപ്പോൾ ഒരു ടയർ കിട്ടി, അത് ഫിറ്റ് ആക്കിയിട്ട് ഞാൻ വീണ്ടും യാത്ര പോയി. അതിന്റെ പിറ്റേ ദിവസം കൂത്താട്ടുകുളം അമ്പലത്തിലാണ് എത്തിയത്. കൂത്താട്ടുകുളത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട്, അവന്റെ അടുത്ത് ഞാൻ തങ്ങിയത്, കാരണം അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ബിജെപിയുടെ ആൾക്കാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അവിടെ സ്വീകരണം തരാൻ വേണ്ടി. പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ആരുമില്ല. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പൊ അതുവരെ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇല്ല. ഈ സംഘടനയുടെ ആ ബോർഡാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഹിന്ദു സേവാ സംഘം, ഹിന്ദു സേവയുടെ പേരിൽ കൃഷിയാണെന്നുള്ളത് അറിയാം. എന്നിട്ട് അവിടുന്ന് അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവിടുന്ന് പോയി. പല തട്ടിപ്പ് കേസിലും പ്രശ്നക്കാരനാണ്. ഇയാളുടെ വീട് കയറി ആളുകള് ആക്രമിച്ചിട്ട് അമ്മയും മക്കളൊക്കെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അത് വിട്ടത്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഈ കരുനാഗപ്പള്ളി, കൊല്ലം ഇയാൾ വിട്ട് തൃശ്ശൂര് ഇയാൾ എത്താൻ തന്നെ കാരണം ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളാണെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതെ ഞാൻ അറിഞ്ഞായിരുന്നു അത്. എന്നിട്ട് മൂവാറ്റുപുഴ എത്തിയപ്പം ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാലേ വൈസ് പ്രസിഡന്റോ പെരുമ്പാവൂര് ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണന്റെ വൈഫും പിന്നെ രാധാകൃഷ്ണൻ കാലടിയുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റ് എങ്ങാണ്ടാവുള്ളി, അവര് 3 പേരും കൊണ്ട് എന്നെ അവിടെ സ്വീകരിച്ചു മൂവാറ്റുപുഴ. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് അവര് വന്നു. അവിടുന്ന് വീണ്ടും എന്നെ യാത്രയാക്കി. അല്ല, ഇയാള് ഇതിന്റെ ബൈലോ പോലും കാണിച്ചു കൊടുത്തത് ഇപ്പോ കഴിഞ്ഞ ദിവസമാണ്. ഇന്നലെ നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇവർക്കൊക്കെ ബൈലോ കിട്ടിയോ. ഒറിജിനൽ ബൈലോ, രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മറ്റേ കുഞ്ഞോൽ മാഷിന്റെ മകൻ അത് ഉയർത്തി കാട്ടുന്ന ഒരു പിക്ചർ, അയാൾ എന്തോ ലൈവ് എന്തോ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു, അത് ഞാനിപ്പോ കണ്ടായിരുന്നു. പക്ഷെ അന്നേരം കിട്ടിയോ, നിങ്ങൾക്ക് അയച്ചു തന്നു? എനിക്കല്ല, ഞാനത് അതിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഒക്കെ കാണിക്കില്ല. ഉള്ളിൽ കാണിക്കാനുള്ള ധൈര്യം വരിക്കില്ലല്ലോ, ഉള്ളിൽ മറ്റേ സാധനങ്ങൾ ഉണ്ട് നമുക്കറിയാലോ. എന്നിട്ട് അവിടെ എത്തി, കൊങ്ങാണ്ടൂർ എത്തി. കൊങ്ങാണ്ടൂരിൽ ഞാൻ പോകുന്നതിന് ശേഷം സ്വാമിയുടെ ആശ്രമത്തിലേക്ക് എത്തേണ്ടത്. അപ്പൊ അതിനു മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു അവിടെ വലിയൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക്, നിങ്ങൾ അവിടെ ചെന്നാൽ മതി, എല്ലാ സഹായം സ്വാമിജി ചെയ്യുമെന്ന് പറഞ്ഞു. സംഭവം എന്നാന്നറിയോ, ഞാൻ ഈ ചെല്ലുന്ന ദിവസം അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു. അതൊരു കാളി ക്ഷേത്രവും ഷിർദിസായുടെ പൂജയൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഈ പൂജയ്ക്ക് വന്ന സ്ത്രീകള് അവരാണ് എന്നെ സ്വീകരിക്കേണ്ടത്. ഇവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവനൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം വിളിക്കേണ്ടത്. ഞാൻ പിന്നെ നമ്മളും അതൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒന്നും വിളിക്കാനുള്ള യോഗ്യത അവനില്ല. അയ്യാ, യോഗ്യതയോ, ഒരു സത്യം പറഞ്ഞൊരു പട്ടിയുടെ വിലയില്ല അവന് ഈ നാട്ടില്. എന്നിട്ട് ഇവന് അവിടെ എത്തി. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ സ്വാമിജി കണ്ടു, സ്വീകരിച്ചു. സ്വാമിജിക്ക് സന്തോഷമായി, യാത്രാ ഉദ്ദേശം മനസ്സിലായി. എന്റെ ഈ കഷ്ടപ്പാടും കാര്യമെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഈ പൊരിവെയിലത്തല്ലേ നടന്നു പോകുന്നത്. അപ്പൊ അവിടുന്ന് സ്ത്രീകളെല്ലാം പൂജ കഴിഞ്ഞ് വന്ന് എല്ലാരും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാൻ അന്ന് അവിടെ നിന്ന് രാത്രി നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ഈ സംഘടനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഇവരുടെ ഒരു ഇതില്ലേ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ അന്നേരമാണ്. എനിക്കെന്നാലും ഭയങ്കര വിഷമം. ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, രാധാകൃഷ്ണൻ ചേട്ടാ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ്, എത്ര നാൾ മുമ്പോട്ട് പോകും, ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ ഈ മൊത്തം വിശദീകരിച്ച് പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ഈ ഉണ്ണീനെ വിളിച്ചു പറഞ്ഞു. ഉണ്ണി കുറച്ച് കഴിയുമ്പോ എന്നെ വിളിച്ചിട്ട് അങ്ങ് റേസായി എന്നോട്. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് അവൻ വെറും ഫ്രോഡാവട്ടെ. അല്ല, അവൻ മാത്രല്ല, അതിൽ കുറെ ഫ്രോഡുകൾ ഉണ്ട്. അതെനിക്ക് അന്ന് എന്നെ കാണാൻ വന്നതിലും ഉണ്ടായിരുന്നു. ഇവനാണ് അത് ന്യായീകരിക്കുന്നത്. അതായത് ജയകുമാറിന്റെ ഒരു മെയിൻ പാർട്ണറാണ് ഇവൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സത്യം, ഇവരുടെ ഒരു കോപ്പസാണിത്. കുഞ്ഞോൻ മാഷിന്റെ മകനും ഇതിൽ പാർട്ണർഷിപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയാണ്. കാരണം ഇന്നലത്തെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേ അയാൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആട്ടോ.
അയാളെ നമ്മൾ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഇവരുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. അതായത് 1250 രൂപ ഈ വരുന്ന ആളുകളെ കയ്യിൽ നിന്നൊക്കെ പിരിക്കുക എന്ന് പറഞ്ഞാല് 100 ആള് വന്നാൽ തന്നെ ലക്ഷത്തിന്റെ മേലെ കയറി. പിന്നെ അപ്പൊ 100 ആളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ആളുകളല്ല 753 പേരെങ്ങാണ്ട് ആയി. ഏകദേശം 7 ലക്ഷത്തിന് മേലെ അപ്പൊ തന്നെ കണക്കൂട്ടിയല്ലോ, 10 ലക്ഷത്തിന്റെ അടുത്ത് വരും. കണക്കല്ല ഇവിടെ ഉള്ളൂ, നമുക്കറിയില്ലല്ലോ. അതെ അതെ അതെ. ഈ ഉണ്ണികൃഷ്ണൻ എന്നിട്ട് എന്ത് പറഞ്ഞു നിങ്ങളെ വിളിച്ചിട്ട്? ഉണ്ണികൃഷ്ണൻ എന്നെ നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്, നിങ്ങൾ സംഘടനയെ കുറിച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, നിനക്ക് തന്നെ അറിയത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞു. ഞാനാകെ അന്തം വിട്ടു. ഞാൻ അറിഞ്ഞൊരു കാര്യം സംഘടനയെ ധരിപ്പിക്കുക മാത്രം ഞാൻ ചെയ്തത്. അത് ഇത്ര വലിയൊരു ഇഷ്യൂയിലേക്ക് മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞു. ഇവിടെ വന്നപ്പം എനിക്ക് ഗ്രൂപ്പിൽ അംഗത്വം ഇല്ല. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തി അതങ്ങ് നിന്നു. അതങ്ങ് നിന്ന് കഴിഞ്ഞപ്പം അന്ന് അതിന്റെ പിറ്റേ ദിവസം മുതൽ ഗ്രൂപ്പില് ഈ തിരുവല്ലയുള്ള ഒരു ടീമും ഈ ജയകുമാർ നമ്മളുടെ തെറിയഭിഷേകം അങ്ങ് തുടങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക്. അത് ഞാനും കേട്ടോ. അയാള് തെറിയിലെ ആശാനാണ്. കാരണം നമ്മള് കൊടുങ്ങല്ലൂർ പൂരത്തിന് ഉള്ള തെറിയൊക്കെ ഇയാളെ പാട്ടൊക്കെ എഴുതുന്നത് എനിക്ക് തോന്നിയിട്ട് അമ്മാതിരി. അന്ന് രാത്രി 12:30 വരെ ഇത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ ഈ പള്ളിയോടെ വിഷയം? അല്ല, ഇതിന്റെ കുറച്ചൊരു ഭാഗം കൂടെ ഉണ്ട് പറയാൻ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കൊക്കെ ആയി. 3-4 ദിവസം കഴിഞ്ഞപ്പോ ഇയാൾ അവിടെ വന്നു. ഞാൻ സംഘടന തെറ്റിദ്ധരിപ്പിച്ചു, മോശം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ വന്നു. അപ്പൊ അന്ന് സ്വാമിജി എല്ലാവരും അകത്തിരിപ്പുണ്ട്. അപ്പൊ എന്റെ ഈ ബോർഡ് അടിച്ചതിന്റെ പൈസ ഇയാൾ കൊടുത്തില്ല അവിടെ. ഇയാൾ ആ പൈസയും കൊടുക്കാതെ എന്നെ പറ്റിച്ചു. അപ്പൊ അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു, പൈസ കൊടുക്കാതെ ഞാൻ ബോർഡ് എടുത്തോണ്ട് പോന്നേ. അപ്പൊ അവരെന്നെ വിളിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ പൈസ കൊടുത്തില്ലല്ലോ. ആദ്യ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നു, ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അന്ന് കൊടുത്തില്ല. പിറ്റേ ദിവസം ആ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു, ഈ ബോർഡ് അടിച്ച പെണ്ണുങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ ഇയാളെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇന്ന് പൈസ ഇല്ല കൊടുക്കാൻ, ഞാൻ വേണേ നാളെ കൊടുത്തേക്കാം, നിങ്ങൾ കൊടുത്തിക്കുന്നില്ല, ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അയ്യോ കൊടുക്കണ്ട, ഞാൻ അവരെ വിളിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഇയാൾ കൊടുത്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഇയാൾ കൊടുത്തില്ല. ഞാനിത് സ്വാമിജിയോട് പറഞ്ഞു. അത് ഇവന് നാണക്കേടായി. പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാം കൂടെ അങ്ങോട്ട് വന്നു. നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ഇതെല്ലാം എല്ലാവരും വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതിന്റെ മറുപടി പറയണമെന്നൊക്കെ പുള്ളി എന്നെ റേസ് ആയിട്ട് പറഞ്ഞു. ഞാൻ മനുഷ്യരൊന്നും പറഞ്ഞില്ല, എനിക്ക് അയാൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ട് ഇവൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ചോദിച്ചു. ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ കൊടുത്തില്ല, അതായിരുന്നു വിഷയം. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. അപ്പൊ സ്വാമിജി ലാസ്റ്റ് പറഞ്ഞു, ജയകുമാറെ നിങ്ങൾ കൊടുക്കാൻ നേറ്റ പൈസയാണോ? സ്വാമിജി എന്ന് പറഞ്ഞ മുഖ്യ രക്ഷാധികാരി അല്ലേ ഇവരുടെ? രക്ഷാധികാരി. പുള്ളിയൊക്കെ ഇതിനകത്ത് പെട്ട് നിൽക്കുവാന്ന്. അങ്ങനെ ഈ ഇതിന്റെ ആശയം കണ്ട് പുള്ളിനകത്ത് ജോയിൻ ചെയ്താൽ കണ്ട. എന്നിട്ട് സ്വാമിജി ലാസ്റ്റ് പറഞ്ഞു, ഷാലു പുറത്തേക്ക് പോക്കോളാൻ പറഞ്ഞു. എന്നെ പുറത്തേക്ക് വിട്ടു. എന്നോട് ഇവരെല്ലാം ചൂടായി കേട്ടോ. ഉണ്ണിയൊക്കെ എന്നോട് ചൂടായി, കൈ ചൂണ്ടിയൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ ഒട്ടേറെ ഗുണ്ടകൾ തന്നെയാണ്, ഗുണ്ടായിട്ടുള്ള ആളുകളെല്ലാം ഒന്നിക്കുള്ളൂ, ഗുണ്ടാ സംഘം. അതെ തന്നെ. എന്നിട്ട് സ്വാമിജി എന്നോട് പുറത്തേക്ക് പോക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വാമിജി പറഞ്ഞു, ജയകുമാറെ നിങ്ങൾ ആ പൈസ കൊടുത്തില്ലേല് ഷാലുവിന്റെ ആ പൈസ ഞാൻ കൊടുക്കൂന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇവന് വയ്യാതായി. ഇവന് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. പിന്നെ അവിടെ വേറൊരാൾക്ക് ഒരു 10,000 രൂപ കൊടുക്കാണ്ടായിരുന്നു, SK നായർക്ക്. ആ മനുഷ്യനെ 1-2 മാസമായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിനും തീരുമാനമാക്കി നാളെ കൊടുക്കാന്ന് പറഞ്ഞു. കോഴിക്കോടൊക്കെ ഒട്ടേറെ ആളുകൾക്ക് പൈസ കൊടുക്കാണ്ട് ഉണ്ട്, എനിക്കറിയാം. എന്നിട്ട് എന്റെ പൈസ പിറ്റേ ദിവസം ഇയാൾ അവിടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഈ SK നായരുടെ പൈസ 10,000 രൂപയിൽ 8,500 രൂപ അതിന്റെ 3-ാം ദിവസം കൊടുത്തു. അപ്പൊ ഞങ്ങള് പറഞ്ഞു, ചേട്ടാ കിട്ടിയതായി, ഇനി അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട, 1,500 അത് പോയതാന്ന് വിചാരിച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി. പിന്നെ ഞാൻ പിന്നെ ഇവരുടെ നമ്പർ എല്ലാം ബ്ലോക്ക് ചെയ്തു. ഒരു ഇടപാടുമില്ല, ഒന്നുമില്ല. ഞാൻ ഇത് കംപ്ലീറ്റ് ഒഴിവാക്കി. അപ്പൊ എന്റെ 1,500 രൂപയുടെ കാര്യം ചോദിച്ചപ്പോ ഈ ഉണ്ണി പറഞ്ഞെന്നറിയോ, നിങ്ങൾ സംഘടന അംഗമൊന്നുമല്ല, അത് നിങ്ങൾ ആ 1,250 രൂപ കൊടുത്ത 1,000 രൂപ നിങ്ങൾ കട തുടങ്ങാൻ വേണ്ടിയുള്ള പൈസ കൊടുത്താൽ നിങ്ങൾ സംഘടന ആരുമല്ല, നിങ്ങൾക്കൊന്നും പറയാൻ വോയിസ് ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഞാൻ അന്ന് തൃശ്ശൂർ എത്തുമ്പോൾ എന്റെ ആകെ 1,500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് 1,250 രൂപ ഇവന്മാർ എന്റെ കൊണ്ടുപോയത്, കൊണ്ടുപോട്ടെ എന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഒരു അമ്പലമാണ്, ഈ അമ്പലത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആ സഭയിൽ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് ജയകുമാരേട്ടാ, ഈ ദേവി സാക്ഷിയായിട്ട് ഞാൻ 2.5 മാസം വ്രതം എടുത്ത് പണിത് കൊണ്ടുവന്നൊരു വള്ളമാണ്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതാണ്. ഇത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ. ഞാൻ തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്വാമിജി പറഞ്ഞു, ഷാലു പുറത്തേക്ക് പോക്കോളാൻ പറഞ്ഞു എന്നോട്. ആ മനുഷ്യൻ എന്റെ കാര്യം മനസ്സിലായി, ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് പറ്റിയ ഒറ്റ ഒരു അബദ്ധം ഇവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്. അത് എനിക്കെന്ത് പറ്റിയെന്നറിയോ, ഒറ്റ BJP-ക്കാർ എന്റെ അടുത്ത് അടുക്കുന്നില്ല ഈ ഒരു കാരണം.
അല്ല, ഇയാളെ കുറിച്ച് സംഘത്തിന്റെയും BJP-യുടെ ഒക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടി. ഇപ്പൊ ഇയാളുടെ നാട്ടിൽ ജന്മനാട്ടിൽ നിന്നുള്ള വിവരങ്ങള്, തൃശ്ശൂർ ഇയാൾ വന്നതിന് ശേഷമുള്ള വിവരങ്ങള് എല്ലാം നമ്മളുണ്ട്. അത് നമ്മളൊരു പരമ്പരയായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. എനിക്ക് തോന്നുന്നൊരു 30 എണ്ണം പ്രസിദ്ധീകരിക്കാനുള്ള ഓൾറെഡി നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അത്രയ്ക്കും ചെയ്യണം കേട്ടോ. ഇവനെ ഒരിക്കലും വളർത്തരുത്, ഇവനെ നശിപ്പിക്കുന്ന ആളുടെ. അല്ല, ഇതില് പിന്നെ ഇപ്പൊ നിങ്ങളുടെ പള്ളിയോടത്തിനൊക്കെ എന്ത് സംഭവിച്ചു? എന്റെ പള്ളിയോടെ ഞാൻ അവിടെ ഈ സുരേഷ് ഗോപി സാറിന്റെ ഇത് വരാത്ത കാരണം എന്റെ പൈസ ഇല്ലല്ലോ, ഇങ്ങോട്ട് പോകാനുള്ള സൈക്കിൾ മേടിക്കാനുള്ള പൈസ ഇല്ല. അങ്ങനെ ആ ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ തൽക്കാലം സ്വാമിയുടെ അടുത്ത് ആ വെള്ളം വെച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക്. നോക്കൂ, ഇതിൽ ഷാലു എന്ന് പറയുന്ന ഈ യുവാവിനെ സഹായിക്കേണ്ടത് ഇനി നമ്മൾ പ്രേക്ഷകരുടെ കടമ കൂടിയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം കൃത്യമാണ്, വ്യക്തമാണ്, സതുദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി സാറിന്റെ ആ വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പള്ളിയോടം നിർമ്മിക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിന്റെ ചങ്ങനാശ്ശേരിയിൽ നിന്നും തൃശ്ശൂർ വരെ വരുന്നു. തൃശ്ശൂർ വരെ സൈക്കിളിൽ ഉന്തുവണ്ടിയിൽ വരുന്നു. അതിനുശേഷം സൈക്കിളിൽ അയോധ്യയിലേക്ക് പോയിക്കൊണ്ട് ഈ പള്ളിയോടം അയോധ്യയിൽ സമർപ്പിക്കുക എന്ന വലിയൊരു ഉദ്ദേശമാണ്, വലിയൊരു വ്രതമെടുത്തിട്ടുള്ള സതുദ്ദേശമാണ് നടപ്പിലാക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പറ്റാവുന്ന ആളുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ഏകദേശം ഒരു 70,000 രൂപയ്ക്ക് അടുത്ത് വേണ്ടി വരുന്നുണ്ട് ഇതിന്റെ ചിലവിന് വേണ്ടി മാത്രം. അതുകൊണ്ട് നിരാലംബനായിട്ടുള്ള, അതല്ലെങ്കിൽ അന്നന്ന് ജീവിക്കാനുള്ള കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആ വ്യക്തിയുടെ ഈ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പറ്റാവുന്ന ആളുകൾ എല്ലാവരും സഹായിക്കുക എന്ന അഭ്യർത്ഥന കൂടി ഇവിടെ വെക്കുകയാണ്. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.